ശ്രീ എം എൻ കാരശ്ശേരി, ഇവിടെ താങ്കൾ അടക്കമുള്ള ആളുകൾ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള അത്തരത്തിൽ കുറച്ചുകൂടെ ഔന്നത്യമുള്ള നിലകളിലിരിക്കുന്ന ആളുകളെല്ലാം ഇന്നലെ ആ പ്രസ്താവനയെ തള്ളിക്കളഞ്ഞതാണ്. ശരിയല്ലാത്ത ജാത്യധിക്ഷേപ സൂചനകളുള്ള അല്ലെങ്കിൽ ജാത്യധിക്ഷേപം തന്നെയായിട്ടുള്ള വർത്തമാനമാണ് കെ സുധാകരനെ പോലൊരാൾ പറഞ്ഞത് എന്ന് താങ്കൾ ഇന്നലെ പറഞ്ഞതാണ്. ഒടുവിൽ ഏറ്റവും ഇങ്ങോട്ട് രാഷ്ട്രീയ നേതൃത്വത്തിലാണെങ്കിൽ ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള ആളുകൾ തള്ളി പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ ഇന്ന് രാവിലെ ആകുമ്പോഴേക്ക് അവരെല്ലാം തിരിച്ച് സുധാകരന് പിന്നിൽ അണിനിരക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത്. എന്തായിരിക്കണം സംഭവിച്ചത്? അവരെല്ലാവരും കോൺഗ്രസ് ഇങ്ങനെ ഈ സുധാകരൻ്റെ ഈ പ്രസ്താവനയെ പിന്തുണക്കുന്നതിൽ ആ വിവാദം അങ്ങ് തീർന്നു പോകട്ടെ എന്നൊരു വിചാരം മാത്രമുള്ളതായിട്ട് കണക്കാക്കിയാൽ മതിയോ? സനീഷ്, നമ്മുടെ രാഷ്ട്രീയം എത്ര ജീർണിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്ന ഏറ്റവും പുതിയ ഒരു സംഭവ വികാസമാണിത്. അതായത് ഷാനിമോൾ ഉസ്മാനോ താരിഖ് അൻവറോ രമേശ് ചെന്നിത്തലയോ ഒരു തെറ്റും കുറ്റവും ചെയ്തിട്ടില്ല. പിഴവ് പറ്റിയത് കെ സുധാകരനാണ്. ഖേദം പ്രകടിപ്പിക്കേണ്ടതും പ്രസ്താവന പിൻവലിക്കേണ്ടതും അദ്ദേഹമാണ്. അത് CPM-ന്റെ മുമ്പിലുള്ള ഒരു കീഴടങ്ങലായിട്ടൊന്നും മനസ്സിലാക്കരുത്. അത് CPM-ന്റെയോ കോൺഗ്രസിന്റെയോ ഒരു പ്രശ്നമല്ല. നമ്മുടെ രാഷ്ട്രീയ മര്യാദയുടെ ജനാധിപത്യ സംസ്കാരത്തിന്റെ പ്രശ്നമാണത്. ഇപ്പൊ ഞാൻ ഈ കോൺഗ്രസ്സുകാരന്റെ തന്നെ ഒരു ഉദാഹരണം പറയാം. ഉമ്മൻചാണ്ടി അവസാനം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ കണ്ണൂരിൽ വെച്ചിട്ട് ചില ആളുകള് അദ്ദേഹത്തിന്റെ കാറിന് കല്ലെറിഞ്ഞു. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ചിലർക്ക് പരിക്ക് പറ്റി, ചില്ല് പൊട്ടി, അദ്ദേഹത്തിന്റെ നെറ്റി പൊട്ടി. അദ്ദേഹം പക്ഷേ വളരെ അന്തസ്സായിട്ടൊരു കാര്യം പറഞ്ഞു, ഇതിന്റെ പേരിൽ നാളെ ഹർത്താൽ ഉണ്ടാവരുത് എന്ന് പറഞ്ഞു. വേറെ ഏത് മുഖ്യമന്ത്രി ആയിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടിയോ മുന്നണിയോ ഹർത്താൽ നടത്തുമായിരുന്നു. ഒരു ഹർത്താൽ ഉമ്മൻചാണ്ടി ഇല്ലാതാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നെറ്റിക്ക് എറിഞ്ഞ് പൊട്ടി ചോര ഒലിക്കുന്ന ചിത്രം, ദൃശ്യം നമ്മളൊക്കെ കണ്ടതാണ്. ഞാൻ പറഞ്ഞ കോൺഗ്രസിനകത്ത് ഇപ്പോഴും അങ്ങനത്തെ ആളുകളുണ്ട്. അതായത് തനിക്കൊരു ഏറ് കിട്ടിയത് താനായിട്ട് ക്ഷമിക്കാം, അതുകൊണ്ട് കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു ദിവസം നഷ്ടം വരണ്ട, ഇവിടുത്തെ പൊതുമുതൽ നഷ്ടം വരണ്ട, അക്രമങ്ങളോ അത്യാചാരങ്ങളോ നടക്കണ്ടെന്ന് വിചാരിച്ചു. ഇതേ പാർട്ടിയുടെ നേതാവാണ് ഉമ്മൻചാണ്ടി. ഞാൻ ഇപ്പൊ എനിക്ക് മനസ്സിലാവാത്ത എന്തുകൊണ്ടാണ് AK ആന്റണി ഇതിൽ മിണ്ടാത്തതെന്നാണ്. അത് ഇവിടുത്തെ ഏറ്റവും മുതിർന്ന ആളാണ്. അദ്ദേഹം ഇത്തരം ഭാഷാ പ്രയോഗങ്ങളെ പറ്റി എന്ത് പറയുന്നു? ഇതിപ്പോ കെ സുധാകരൻ വിറപ്പിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഉപയോഗിച്ച ആ വാക്ക് കുറച്ച് അധികമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് അദ്ദേഹം എപ്പോഴും തനിക്ക് ഒരു അബദ്ധം പറ്റി, അല്ലെങ്കിൽ ഒരു നാക്ക് പഴിച്ചു, അല്ലെങ്കിൽ അങ്ങനെ വേണ്ടിയിരുന്നില്ല. ഇത് വളരെ ലളിതമല്ലേ? ഒരു ലോക്സഭാ മെമ്പറായ ഒരു മുതിർന്ന നേതാവ് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ധൂർത്തിനെ പറ്റി വിമർശിക്കുന്നു എങ്കിൽ ആ ധൂർത്തിനെ പറ്റി പറഞ്ഞാൽ മതി. ഞാനത് ആവർത്തിക്കാണ്. അതിന് ആ മുഖ്യമന്ത്രിയുടെ അച്ഛനെ പറയേണ്ട കാര്യമില്ല, അദ്ദേഹത്തിന്റെ കുടുംബ പാരമ്പര്യം പറയേണ്ട കാര്യമില്ല, അദ്ദേഹത്തിന്റെ കുലത്തൊഴിൽ പറയേണ്ട കാര്യമില്ല. കുലത്തൊഴിൽ എന്ന് പറയുന്നത് എപ്പോഴും ജാതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് പിന്നീട് അദ്ദേഹം വിശദീകരിക്കുമ്പോൾ താനും ആ കുലത്തിൽ പറഞ്ഞതാണ് എന്ന് പറയും. എന്തായി അർത്ഥം? അപ്പൊ ജാതി പറയേണ്ട ആവശ്യം എന്താ വന്നത് സുധാകരന്? കാരണം അത് ഞാനും ആ ജാതിക്കാരനാണ്, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഒരു ദളിതൻ ദളിതർക്കെതിരായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ സ്ത്രീക്കെതിരായിട്ട് സംസാരിക്കുന്നു എന്നുള്ളത് ശരിയാവില്ല. സവർണ മൂല്യങ്ങൾ ഉൾക്കൊണ്ട ഒരു ദളിതൻ, അല്ലെങ്കിൽ പുരുഷാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊണ്ട ഒരു സ്ത്രീ സവർണർക്ക് വേണ്ടിയോ പുരുഷന്മാർക്ക് വേണ്ടിയോ സംസാരിക്കും, നമുക്ക് കാര്യം മനസ്സിലാവും. ഒരാൾ എന്തിൽ ജനിച്ചു വളർന്നു എന്നുള്ളത് നല്ല കാര്യം. ഒരാളുടെ മനോഘടന എന്താണ്, ആ ആളുടെ ഭാഷ എന്താണ്, ആ ആളുടെ മനോഭാവം എന്താണെന്നാണ്. ഇതിപ്പോ മനുഷ്യരാണ് വർത്തമാനം പറയുമ്പോ അബദ്ധവശാൽ തെറ്റുവരും, അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നത് പറയുന്ന ഒരു സംസ്കാരം കേരളത്തിൽ സാമാന്യമായിട്ടില്ല. എപ്പോഴും കൂടി വന്നാ എന്ത് പറയും? ജാഗ്രത കുറവുണ്ടായി എന്ന് പറയും. അല്ലാതെ മനുഷ്യർക്ക് തെറ്റുപറ്റില്ലേ? ഇതിപ്പോ തെറ്റാവരം കിട്ടിയ ആളുകളുണ്ട് മതവിശ്വാസികളുടെ. മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റുകയില്ല എന്ന് കത്തോലിക്കർ വിശ്വസിക്കുന്നുണ്ട്. ഇതുപോലെ ആയത്തുള്ള ഖൊമേനിക്ക് തെറ്റുപറ്റുകയില്ല എന്ന് ഷിയാക്കൾ വിശ്വസിക്കുന്നുണ്ട്. ഇങ്ങനെയാണോ നമ്മൾ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നത്? മനുഷ്യന് തെറ്റുപറ്റി അതിലൊന്നും ഒരു അസ്വാഭാവികമായിട്ട് യാതൊന്നുമില്ല. പിന്നെ അതിന്റെ മുകളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു, ഞാൻ പിടിച്ചു നിൽക്കുന്നു. ഇത് പിണറായി വിജയനും അദ്ദേഹം നമ്മൾ തർക്കത്തിന്റെ വിഷയമല്ല എന്ന ജനാധിപത്യ പ്രശ്നം പോലും അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല, കോൺഗ്രസ് പാർട്ടിക്ക് മനസ്സിലാവുന്നില്ല. വലിയ കഷ്ടമാണ്. കേരളത്തിലെ രണ്ടാമത്തെ പാർട്ടിയാണ് കോൺഗ്രസ്. അവരിത് മനസ്സിലാക്കണം. നമ്മളോട് ജനാധിപത്യം പറയുന്ന ആളുകൾ നമ്മളോട് വിമർശനത്തിന്റെ കാര്യങ്ങൾ വിമർശിക്കണം.
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം, നമ്മൾ വിമർശിക്കണം. അത് വിമർശനമാവണം, അത് ശകാരമാവരുത്. ശരി, ഞാൻ തിരിച്ചു വരാം. ജോർജ് പൊടിപ്പാറ എങ്ങനെ വിമർശനാവുക? എനിക്കത് മനസ്സിലായിട്ടില്ല. അത് ഒരു തവണയല്ല, അത് ആവർത്തിച്ച് പറയുമ്പോ എന്താണ് അതിന്റെ സൂചന? അത് വളരെ വ്യക്തമല്ല. ആർക്കും അത് മനസ്സിലാവാതിരിക്കുക. ശരി, ഞാൻ തിരിച്ചു വരാം.